നല്ല ടേസ്റ്റായി പോത്തുംകാലും കപ്പയും. ഗൈസ് അസ്സലാമു അലൈക്കും. ഇന്ന് കുറച്ച് പോത്തുംകാല് കിട്ടിയിട്ടുണ്ട്. അതിനെക്കൊണ്ട് നമുക്ക് കപ്പയും പോത്തുംകാലും വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 3-4 മണിക്കൂർ സമയം നല്ല അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് കപ്പയൊക്കെ ഇട്ടിട്ട് ഇന്നത്തെ വിഭവമാണ് പോത്തുംകാലും കപ്പയും. നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് അടുപ്പ് കത്തിക്കാം. കൊട്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടിട്ട് പോത്തുംകാല് വെക്കാനായിട്ട് ഞാൻ അടുപ്പ് പുറത്താണ് കത്തിച്ചിട്ടുള്ളത്. ഇഷ്ടംപോലെ വിറകുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് പുറത്ത് വെക്കാമെന്ന് കരുതി പുറത്ത് കത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാലൊക്കെ കഴുകിയിട്ട് നമുക്ക് ഇവിടെയൊക്കെ വിറകിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഇഷ്ടംപോലെ വിറകുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് പിന്നെ കത്തരൊന്നും ഇല്ലാത്ത കിട്ടുമ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളെ പോത്തുംകാലൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാല് മുങ്ങാനുള്ള വെള്ളം ഒഴിക്കും. നമുക്ക് അടുപ്പ് തീ കത്തിയിട്ടുണ്ട്. അടുപ്പത്തോട്ട് വെച്ചു ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടി, നമ്മളൊരു മൺചട്ടി എടുത്തിട്ട് നമുക്ക് ഇനി ഒന്ന് മൂടി വെച്ചു ഒരു 5 മണിക്കൂർ അവിടെ കിടന്ന് പാകട്ടെ. പച്ചക്കപ്പ ഇതൊന്ന് പിന്നെ ക്ലീനാക്കി വെക്കാം. കിടന്ന് പാകട്ടെ. പിന്നെ തോലൊക്കെ ഒന്ന് കളഞ്ഞു വെക്കാം. നല്ല കപ്പയാണ്. ഈ കപ്പ തന്നതല്ല, കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. നമ്മൾ ആ വീട്ടിൽ ചേച്ചിയാണ് കേട്ടോ, അവർ കപ്പത്തോട്ടാണത്. അതിന് കപ്പ പറിച്ച് തന്നതായിരുന്നു. കപ്പയിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. നല്ല തിളച്ച് അതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല ഇത് കേട്ടോ. എന്നിട്ട് നമുക്ക് വേറൊരു വലിയ ചെമ്പട്ടിയിലേക്ക് മാറ്റി. ആദ്യം വെച്ച പാത്രത്തിലേക്ക് ഇത് വേകുന്ന സമയത്ത് കൊള്ളാതെ വന്നു. ആ സമയം ഞാൻ വേറൊരു ചെമ്പട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അടച്ചു കൊടുക്കാം. നമ്മളെ പണി പാളിപ്പോയി. നല്ല മഴയായിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്ന് നമ്മളെ പോത്തുകാലെല്ലാം അകത്തേക്ക് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പുറത്തൊന്നും വെക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനടുത്ത് നമ്മളെ അകത്തെ അടുപ്പത്ത് നിന്ന് എല്ലാം ബന്ധ് നല്ല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പ, ഉപ്പും ഇതും കൂടി വെച്ച് കൊടുത്ത കപ്പയാണ്. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് കപ്പ വേവിച്ചിട്ടുള്ളത്. 2 കിലോ കപ്പയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ആ കപ്പ അതിലേക്ക് ചേർത്ത് വെക്കണം. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് ഇഞ്ചി കഷ്ണം, പെരിഞ്ജീരകം, നമ്മൾ രാവിലെ പറിച്ചിട്ടുണ്ടായിരുന്നു കാന്താരി മുളക്, അതുകൂടി നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ചധികം ചേർക്കണം. ഇഞ്ചിയും ഇത്രയായി കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി ഇതിൽ ചേർത്ത് വെക്കണം. കുറച്ച് കുരുമുളക് ഇത് ചേർത്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്താൽ വരും. നല്ലോണം അരിയണ്ട കേട്ടോ. കുറച്ച് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. എല്ലാം കൂടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം അരച്ച് ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളി, കറിവേപ്പില, ജീരകം എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഈ കൊട്ടിലേക്ക് ചേർക്കാം. കുരുമുളകും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് നമ്മളെ കപ്പയിൽ തട്ടി കൊടുത്ത് ചേർത്തിട്ടുണ്ട്.
കപ്പയും കൂടി വെന്ത് ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും കൂടി അതിൽ കണ്ടിക്കൊണ്ട് വെള്ളം നമ്മളിത് ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഗരം മസാലപ്പൊടി നമ്മൾ തന്നെ പൊടിച്ച് തന്നേക്കാം. ഇങ്ങനെ അതൊന്ന് ഗരം മസാലപ്പൊടി ഇട്ടില്ലെങ്കിൽ അതിൽ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല. സാധാരണ കുരുമുളക് പൊടിയും കുറച്ചുകൂടി കുരുമുളക് പൊടി ഇടുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കണം. അതിനുശേഷം കറിവേപ്പില, മല്ലിച്ചപ്പ് നല്ല നാടൻ കറിവേപ്പില ഇതാ അതും കൂടി ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്കൊന്ന് ഇളക്കാം. കപ്പയും കൊട്ടും അപ്പം ഒരു 5 മിനിറ്റ് സമയം എല്ലാം കൂടി സെറ്റാകാൻ മൂടി വെക്കാം. ഓക്കെ, 5 മിനിറ്റ്. കൂട്ടുകാരുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ പോത്തുകാല് നമുക്ക് കഴിച്ചു നോക്കാൻ വേണ്ടിയുണ്ട്. കപ്പി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ കുത്തിരിക്കാം. നല്ല ടേസ്റ്റായി പോത്തുകാലും കപ്പയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചാനൽ എല്ലാവരും കയറി കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.